ചേച്ചി ഇത്തിരി വെള്ളം താന്ന് പറഞ്ഞു വന്നു. ആ ചക്ക കുടിക്കണോ? ഇന്നലെ ആയപ്പോ അതിന് പോലും വന്ന് കയറിയില്ല. അരുൺകുമാർ എന്ന 39-കാരന്റെ ജീവനെടുത്ത ആ കുളം വലിയ ആളപായം ഉണ്ടാകാൻ പാകത്തിലുള്ള ആഴമൊന്നും ഇല്ല എന്ന് നാട്ടുകാർ പറയുന്നു. കൂടിയാൽ കഴുത്തറ്റം വെള്ളം. എന്നിട്ടും ഇന്നലെ ചൂണ്ടയിടാനും കുളിക്കാനുമായി കുളക്കരയിലേക്ക് വന്ന കൂട്ടുകാരിൽ ഒരാൾ അരുൺകുമാർ എന്ന 39-കാരന്റെ ജീവൻ ഈ കുളം അപഹരിച്ചിരിക്കുന്നു. സംഭവിച്ചത് എന്ത് എന്നറിയാത്ത ഞെട്ടലിലാണ് നെല്ലിവിള പനേറക്കുന്ന് ഗ്രാമം. കാണാനില്ല, തുണികൾ അവിടെ ഇരിക്കണം. ഞാൻ അവിടെ വന്ന് എന്റെ സഹോദരി എടുത്ത് പറഞ്ഞു. പിന്നെ സഹോദരി ഞാനും കൂടെ അങ്ങോട്ട് പോയി സാധനങ്ങൾ എടുക്കുകയും ചെയ്തു. അടുത്തെല്ലാം കരിയിൽ വെച്ച് ബന്ധുക്കള് ആണ്ണ കാണാനില്ല, ആണ്ണ കാണാനില്ല. പിന്നെയാണ് ഇവിടെ വിളിച്ചൊക്കെ ആള് കൂടിയത്. അപ്പോഴ് പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അല്ല, ഒന്ന് രണ്ടുപേര് കുളിക്കാൻ വന്നു. അറിയില്ല. അത് കണ്ടില്ല. അപ്പൊ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോഴേ എന്റെ പറയുകയും ചെയ്ത് അവൻ അവിടെ കാണുവണ്ണ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ടാണ് അവള് വന്നത്. ഇവള് വന്ന് നോക്കിയപ്പോഴാണ് കാണാൻ. മുൻപും ഇതുപോലെ ഒരാൾ മരിച്ചു എന്ന് പറയണുണ്ടല്ലോ. അപ്പോഴും എനിക്കറിഞ്ഞില്ല. ഞാൻ അവിടെ ഇല്ല, അതൊരു തെങ്ങേറ്റക്കാരനായിരുന്നു, പ്രായമുള്ള ആള്. എന്തായാലും അവിടെ ചെളി കാരണമായിരിക്കും മരിക്കുന്നത്. അല്ലേ? ശരി. അപ്പോൾ കമന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാൻ ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. എന്തായാലും ബോർഡിൽ പലതും വെച്ചേക്കുന്നു, 34 വെച്ചേക്കുന്നു. അതെ അതെ അതെ. അപ്പം ഇവിടെ കൊച്ചുകുട്ടികളാണ് ഉള്ളതൊക്കെ, മക്കളൊക്കെ 2ൽ പഠിക്കും. നഴ്സറി പോകുമ്പോഴും ആയിട്ടില്ല. പ്ലാസ്റ്ററൊക്കെ ഇട്ടുള്ളത് അങ്ങനെ. പക്ഷെ നമ്മൾ കണ്ടത് 4 മണിക്ക്, ഏകദേശം 4 മണിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ ആളെ കാണില്ല. തുണികൾ മാത്രം കണ്ടുകൂടാന്ന് പറയുകയും ചെയ്തു പോലീസും. പിന്നെ അതിനുശേഷം നമ്മൾ വിളിച്ചതിന് ശേഷമാണ് ആള് കൂടിയത്. ചേച്ചിയൊക്കെ ഇവിടെ വിളിച്ച എവിടെ എന്നെ വിളിച്ച് അപ്പുറത്തെ വീട്ടിലുള്ളവരെയും വിളിച്ച് മുകളിലുള്ളതൊക്കെ വിളിച്ചപ്പാണ് പിന്നെ ആളുകൾ കൂടി. അപ്പൊ ആരും അകത്തുണ്ടെന്ന് നമുക്ക് ഉറപ്പായി. ഉറപ്പ് പിന്നെ വീട്ടിലൊക്കെ പോയി നോക്കി. അപ്പൊ വീട്ടിലും ഇല്ല, വീട്ടിലൊന്നും ഇല്ല. ഞാനും എന്റെ കൊച്ചുമോനും കൂടെ പോയി കൈയൊക്കെ നോക്കി. ഈ തുണി ഇങ്ങനെ ഇരിക്കുന്നു, ബുള്ളറ്റിലൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇത് കക്ഷിത്താരെന്ന് മനസ്സിലായി. താക്കോലൊക്കെ ഉണ്ടായിരുന്നല്ലോ, താക്കോലൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ അമ്മ? ഞാൻ കണ്ടപ്പോ ഞാൻ പോയതും കണ്ടു. ഞാൻ ഇവിടെ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ നോക്കിയപ്പോ അവിടെ മീൻ പിടിക്കാനായിട്ട് അവിടെ പോയി. മീനും പിടിക്കാൻ ആളുണ്ടോ? മീനും പിടിച്ചോ, ചൂണ്ടയിട്ടോണ്ടിരുന്നേനെ. പിന്നീടാണ് കുളിക്കാൻ ഇറങ്ങി. അത് ശരി. അപ്പൊ അതിൽ മീനുള്ള കുളമാണോ? മീനുണ്ട്, സിലോപ്പിയ മീനുകളുണ്ട്. പഞ്ചായത്ത് കൊണ്ടിട്ടോ? ഇല്ല അല്ല, അതൊന്നും ഇട്ട മീനുകൾ. 12:30 വന്ന അവിടെ ഇരിക്കണം. ഞാൻ ഇങ്ങോട്ട് മീനും കൊണ്ടുവന്നപ്പോ അവിടെ ഇരിക്കണം. അപ്പൊ അവിടെ ഇരിക്കണം. തിരിച്ച് ഞാൻ വീട്ടിൽ പോയി ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങിട്ട് കഞ്ഞി വെച്ച് കുളിച്ചും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നവരെ. ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മദ്യപിച്ചിട്ടൊന്നുമില്ല. ഞാൻ അപ്പോഴും ഞാൻ ഗവനിച്ചില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ. കുപ്പി രസം എനിക്ക് അറിഞ്ഞൂടാ, കഴിച്ചില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോ നോക്കിയപ്പോ കവറിനകത്ത് പഴമൊക്കെ ഇരിക്കണം. 3 കുപ്പിയും പഴം ഉണ്ടായിരുന്നു. പഴം ഉണ്ടായിരുന്നല്ലേ? പഴം ഉണ്ടായിരുന്നു. പാളയം കൂടെ പഴം ഇനി മോളിൽ കൊണ്ടുവച്ച്. വെളിയിലുള്ള പിള്ളേര് നമ്മളെ വെളിയിലുള്ളത് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ എടുക്കൂലായിരുന്നു. അവൻ ഞങ്ങളെ പിള്ള ബന്ധുക്കളാണ്. അത് അത്രയും എടുത്ത് മാറ്റി വെച്ച് ഞാൻ ഉയരൊക്കെ ഇട്ട് ഈ വയ്യാത്ത. എന്നിട്ട് എന്റെ കൊച്ചു അങ്ങോട്ട് എനിക്ക് ചോറും കൊണ്ട് അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ പറയാൻ വീട്ടിൽ പോയി ചൂണ്ട എടുത്തുണ്ടോ? അവൻ പറഞ്ഞു ചൂണ്ടയില്ല, ചൂണ്ടയില്ലെന്ന് പറഞ്ഞു. അപ്പോഴാ എന്റെ കൊച്ചുമോൻ പറയുന്നു. അപ്പൊ ഞാൻ അവൻ തുപ്പിക്കുന്നുണ്ട്, കുളിച്ചുകൊണ്ട് കുളിച്ച് തുപ്പി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെയാണ് അവൻ പറയുന്നത് ഇന്നലെ ആയപ്പോ പിള്ളേരങ്ങ് അവളെ വീട്ടിലായോണ്ട് പിള്ളേരെ കൊണ്ടുവന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുളിച്ചിട്ട് പോണതാണ് പിള്ളേരെയൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ അമ്മ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്ന പോലെ തന്നെ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളിച്ചുകൂടാ, ഒരു അസുഖം പിടിക്കും. അത് പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ആര് വന്നാലും നമ്മൾ ഇവിടെ കിടന്ന് വഴക്ക് പറഞ്ഞാലും
അവന്മാര് കാക്കൂല. നമ്മളിലും ആരും പോയി കുളിക്കരുത്. കാരണം വെള്ളത്തിന് ഒഴുക്കില്ലാത്തത് കൊണ്ട് വേറൊരു രോഗം വരും. എന്തായാലും സമയം എടുത്തു പോയി എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. അത്രേ പറ്റും. അല്ലെങ്കിൽ നമ്മളടുത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് വെള്ളമെങ്കിലും മാറ്റി കുടിക്കാൻ എൻ്റെ അടുത്ത് വരും. ചേച്ചി ഇവിടെ വരുമോ? ചേച്ചി ഇത്തിരി വെള്ളം താന്ന് പറഞ്ഞു വന്നു. മാച്ചൊക്കെ കുടിക്കണോ? ഇന്നലെ ആയപ്പോ അതിന് പോലും വന്ന് കയറിയില്ല. ഇത്ര നേരം നമ്മളോട് സംസാരിച്ചവർ ഈ കുളക്കരയിൽ താമസിക്കുന്നവരാണ്. മുൻപ് ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് കുട്ടികൾ, ഇവിടെ നീന്തൽ പരിശീലനത്തിനും മറ്റുമൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, അമീബിക് മസ്തിഷ്ക ജ്വരം വരാൻ സാധ്യതയുള്ളതിനാൽ ഇറങ്ങി കുളിക്കരുത് എന്ന്. ഈ അരുൺകുമാറും ഇന്നലെ കുളിച്ചതായി ആരും കണ്ടിട്ടില്ല. ഇതാണ് അരുൺകുമാറിൻ്റെ വീട്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. അവരുടെ സങ്കടക്കടലിൻ്റെ ആഴം അത്രമാത്രമുണ്ട് എന്നെനിക്ക് തോന്നി. ഇന്നലെ ഇവിടെ വന്ന അരുൺകുമാറിന് സംഭവിച്ചത് എന്ത് എന്ന് അറിയുന്ന ആരെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല എന്ന് തന്നെയാണ് ഉത്തരം. പോലീസ് അരുൺകുമാറിൻ്റെ ഡെഡ് ബോഡി പുറത്തോട്ടെടുക്കുമ്പോൾ മണിക്കൂറുകളായി മരിച്ചിട്ട് എന്ന് മനസ്സിലായിരുന്നു. അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ജോലിയായിരുന്നു അരുൺകുമാറിന്. LKGയിലോ UKGയിലോ മാത്രം പഠിക്കാൻ പാകത്തിലുള്ള 2 കുഞ്ഞു കുട്ടികളാണ് അരുൺകുമാറിനുള്ളത്. ഒന്ന് മോനും മറ്റത് മോളും. മൂത്തത് ആൺകുട്ടിയാണ്. ഇവിടെ നമുക്ക് കാണാം അരുൺകുമാറിൻ്റെ ബുള്ളറ്റും ഹെൽമറ്റുമുണ്ട്. ഏകദേശം 50 മീറ്റർ അപ്പുറത്താണ് അരുൺകുമാറിൻ്റെ വീട്. എവിടെയോ പോയി കുറച്ച് രസതലിപ്പഴവും കുടിക്കാനുള്ള വെള്ളവും മറ്റുമായി എത്തിയ അരുൺകുമാർ അവിടെ നിന്ന് പരിസരത്ത് എവിടെയോ നിന്ന് ഒരു ചൂണ്ട ഒപ്പിച്ച് ഇതിൻ്റെ തീരത്തിരുന്ന് ഈ പഴവും കഴിച്ച് വെള്ളവും കുടിച്ച് ചൂണ്ടയിട്ടങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടവരിൽ ചിലർ അരുൺകുമാറിനെ അവസാനമായി ജീവനോടെ കണ്ടതായി ഓർമ്മിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്ന്, സാധാരണ ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് ആൾക്കാർ കുളത്തിലേക്ക് ഡൈവ് ചെയ്യാറ്. ഈ ഡൈവ് ചെയ്ത് ആഴത്തിലേക്ക് പോയപ്പോൾ ഈ മഡിലേക്ക് തലചെന്ന് പതിച്ചു പോയതാണോ? ഇവ കാര്യങ്ങളാണ് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാനാവുന്നത്. മറ്റെന്തെങ്കിലും ദുരൂഹതയുള്ളതായി ആരും പറഞ്ഞു കേൾക്കുന്നുമില്ല. ശരിക്കും നല്ല ഒരു നീന്തൽ കുളമാണ്. നീന്താൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ പഞ്ചായത്ത് കെട്ടിയെടുത്തതാണ്. നമുക്കവിടെ നേരത്തെ കണ്ടതുപോലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നീന്തരുത് അല്ലെങ്കിൽ കുളിക്കാനിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബോർഡ് ഇവിടെ ഉണ്ട്. കാരണം ഇടയ്ക്ക് വന്ന് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അസുഖം ബാധിക്കും എന്നുള്ളത് കൊണ്ട് ധാരാളം ക്രിമികീടങ്ങളും അതുപോലെ കൂത്താടി പോലുള്ള സാധനങ്ങളും എല്ലാം കൂടിയൊക്കെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുണ്ടാവും. ഈ അവസ്ഥയിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ബോർഡ് കാണാം. എങ്കിലും ഇവിടെ ഗ്രാമമാണ്, സാധാരണപ്പെട്ട ജനങ്ങളാണ്. അവർ കുളിക്കാനും മറ്റും വരുന്ന ഒരു കുളമാണിത്. നമ്മളിവിടെ നാട്ടുകാരിൽ ചിലർ പറഞ്ഞത് ശരിക്കും ആഴമുള്ള ഒരിടമല്ല, ആഴമില്ലാത്തൊരു കുളം. അതായത് ഒരാൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കഴുത്തറ്റം വെള്ളം മാത്രമേ ഉണ്ടാവൂ. ഈ കുളത്തിലാണ് ഇന്നലെ ഈ യുവാവ് വന്ന് ചാടിയതും. കൂടെ ഉണ്ടായിരുന്ന 2 പേർ അവർ കയറിപ്പോയി എന്നാണ് പറയുന്നത്. അവർ വിളിച്ചിട്ടും പോകാതെ പിന്നെയും കുളിച്ചുകൊണ്ട് നിന്നു എന്ന അവസ്ഥയിലാണ് ഒരു വിവരം നമുക്ക് കിട്ടുന്നത്. പുള്ളി വന്ന ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. ഇവിടെ ബൈക്ക് കൊണ്ട് വച്ചിട്ടാണ് കുളിക്കാറിങ്ങിയ ബുള്ളറ്റ്. ഇവിടുന്ന് രണ്ടാമത് കാണുന്ന വലിയ വീടാണ് വീട്. ശരിക്കും നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങിയ ഒരു യുവാവിനാണ് ഇപ്പോൾ ഈ ദുർവിധി വന്നിരിക്കുന്നത്. എടുത്തപ്പോൾ എത്ര മണിയായി കിട്ടിയപ്പോൾ? 6 മണി കഴിഞ്ഞു. അപ്പൊ പിന്നെ കൂട്ട നിലവിളി ആയില്ലേ? അല്ല, നിലവിളിക്ക് അവര് മാത്രമേ വിളിച്ചോളൂ, വേറെ ഇല്ല, ആരും ഇല്ലായിരുന്നു. ആളിഷ്ടം പോലെ ഉണ്ട് 4 സൈഡും. പക്ഷെ അവരിലുള്ള അച്ഛൻ ഒച്ച ഉണ്ടായിരുന്നു. ചായ
ചാടി കിടന്ന് കുളിക്കുമ്പോഴത്തേക്ക്. പക്ഷെ പഞ്ചായത്തിൽ നിന്ന് ഒരു ബോർഡ് കൊണ്ടുവച്ചതിന് ശേഷം വലുതായിട്ട് ഒരു ഫൈനൽ കൊണ്ട് കുളിക്കാൻ വരും. ചാടി കിടന്ന് കുളിക്കാനൊന്നും വരില്ല. നീന്തൽ പഠിക്കുന്ന ടീമൊന്നും ഇല്ല. ഇല്ല ഇല്ല, ഈ ബോർഡ് കൊണ്ടുവച്ചതിന് ശേഷം. അതെ, നീന്താൻ പാടില്ലെന്നുള്ള ബോർഡാ വച്ചേക്കുന്നത്. അതിന് ഇന്നലെ അവൻ നീന്തിയില്ല, നീന്തണ സൗണ്ട് ഒന്നും കേട്ടില്ല. മീൻ പിടിച്ചോണ്ടിരുന്നാണ് കണ്ടത്. മീൻ പിടിച്ചോണ്ടിരുന്നാണ് കണ്ടത്. കുളിച്ചോന്ന് പോലും അറിയില്ല. കുളിച്ചോന്ന് പോലും അറിയില്ല നമുക്ക്. മീൻ പിടിച്ചോണ്ടിരുന്നു. പിടിച്ചെങ്കിൽ പിടിച്ച മീൻ കരയെ കിടക്കൂലേ? മീനും ഇല്ലായിരുന്നു, ചൂണ്ട ഉണ്ടായിരുന്നു. നാം നമുക്ക് ചുറ്റും നല്ല ശ്രദ്ധയുള്ളവരാവണം. നമ്മുടെ ജീവനെ നാം എപ്പോഴും ശ്രദ്ധയോടെ ചേർത്ത് പിടിക്കുകയും വേണം. ഒരു കുടുംബത്തിൻ്റെ വേദന കണ്ട് നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്.